ഹലോ ഗൈസ്, മടിയും മലച്ചുമുക്കൊന്നും കേട്ടില്ലേ? ഇത്തത്താണ് രാത്രി പാത്രമൊന്നും കഴുകാതെ രാവിലെ അടുക്കളയിൽ വന്ന് പാത്രം കഴുകുക. 2 പാത്രം കഴിയുമ്പോഴേ തേണ്ടി വരുന്നു പണി. ഫ്ലോർ ഫുള്ള് വെള്ളമാകുന്നുണ്ട്. നോക്കിയപ്പോൾ എന്താ, നമ്മുടെ പൈപ്പ് ലീക്കാ. ദേണ്ടേ, നമ്മുടെ പൈപ്പിൽ കൂടി വെള്ളം വരുന്നുണ്ടോ? അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ ആവനാഴിയിലാണോ അമ്പില്ലാത്തത്? കമ്പും കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ ഒരു വിടവ് പോലുണ്ട്. അപ്പോൾ ആ 2 ഗ്യാപ്പിൽ കൂടി നമ്മളിങ്ങനെ നൈഫ്, നമ്മുടെ പിച്ചാത്തി ആ ഒരു ഗ്യാപ്പ് ഇതേണ്ട കണ്ടു. ഈ 2 ഗ്യാപ്പിൻ്റെ ഇടയിലോട്ട് ഇതിപ്പോൾ ഞാൻ കറക്കി കറക്കി സൈഡിൽ നിന്ന് കിച്ചിപ്പൊട്ടി പോയി. എങ്കിലും നിങ്ങളുടെതൊക്കെ ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം മുകളിൽ ഒരു അലുപ്പ് പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വാഷ് ബേസിൻ്റെ മുകളിൽ അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് മാറ്റുക. എന്നിട്ട് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി നമ്മൾ പിന്നെ ലാസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെടുക്കുമ്പോൾ മാക്സിമം ഗ്ലൗസോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ 50 പൈസ കീസെങ്കിലും ഉപയോഗിക്കാം. പിന്നീട് നമ്മളിതിൻ്റെ മുകളിലത്തുള്ള ആ ടോപ്പ് ഭാഗം റിമൂവ് ചെയ്ത് നമ്മുടെ സ്ക്രൂ ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ അടിയിലത്തെ കപ്പ് പോലത്തെ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് താഴോട്ട് ഒന്ന് പുള്ളി ചെയ്താൽ ഇത് പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് നമുക്കൊരു ഇതുപോലെ ഇരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുകളിൽ കൂടി ഏതെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ഉണക്ക കമ്പ് അതൊന്നും ഉപയോഗിക്കരുത്. അത് ചിലപ്പോൾ ഒടിഞ്ഞ് അതിനകത്തൊക്കെ ഇരുന്ന് അതിലും വലിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ചിങ്ങനെ വളഞ്ഞൊക്കെ പോകുന്ന ടൈപ്പിൽ വല്ല കമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യുക. നമ്മുടെ ആ പൈപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റൊക്കെ നന്നായിട്ട് പോയി എന്ന് ഉറപ്പാവുന്നത് വരെ നമ്മൾ നന്നായിട്ടത് ഉള്ളിലുള്ളതെല്ലാം ആ കമ്പൊടിഞ്ഞ് അതിനകത്തിരിക്കാതെ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പൈപ്പ് തുറന്നു വിട്ട് ഇത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷേ ജസ്റ്റ് ക്യാമറ എൻ്റെ കൈ വന്ന് മറഞ്ഞ കാര്യം ഞാനത് അറിഞ്ഞില്ല. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ, പിന്നെ വീണ്ടും ഒന്നുകൂടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വാട്ടറൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അപ്പം ഞാൻ കയ്യിലിട്ടിരുന്ന ആ കവർ മാറ്റിയിട്ട് വേറൊരു കവർ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ വീണ്ടും അതിങ്ങനെ ആ കപ്പ് പോലത്തെ ഭാഗം അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ നേരത്തെ ഇളക്കി വെച്ച ആ സ്റ്റീലിൻ്റെ പ്ലേറ്റും സ്ക്രൂ ഇട്ട് വേണം ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ക്യാമറ താഴെ ആയതുകൊണ്ട് ഞാൻ അന്നേരം ഇതൊന്നും ഓർത്തില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പം ഈ കപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ ആ സ്റ്റീലും വെച്ച് ആ സ്ക്രൂവും വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കപ്പിൻ്റെ ആ ഒരു ഹോള് നമ്മൾ നോക്കി കറക്റ്റായിട്ട് ആ സ്ക്രൂ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ജസ്റ്റ് കുറച്ചൊന്ന് നമ്മൾ കൈ വെച്ചൊന്ന് കറക്കി ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിച്ചാത്തിയുടെ ആ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്തോട്ട് പിച്ചാത്തി ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ താഴോട്ടുള്ള നമ്മൾ കണ്ട ആ പൈപ്പ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മളുടെ ആ ഒരു നാക്കനുസരിച്ച് നമ്മൾ കറക്റ്റിന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ വാഷ് ചെയ്തായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ജസ്റ്റ് കൂടി ഒന്നുകൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കൈ എഴുതുന്ന പോലൊരു, അതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്കെല്ലാം മാറി നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതാണ്. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നമുക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പോരായ്മയൊക്കെയാണ്, എല്ലാവരും ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്.